കുട്ടികൾക്കൊപ്പമുള്ള രസകരമായ കാര്യങ്ങളാണ് കുറച്ച് വീഡിയോയിലൂടെ പറയുന്നത്. അപ്പം അതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഇന്നലെ എന്നും വരുന്ന സമയത്തും കണ്ടില്ല. പിന്നെ ഞങ്ങൾ പതുക്കെ ഇവിടെ ആണെങ്കിൽ മോള് ബോളും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് പോകാൻ തയ്യാറെടുത്ത്. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് ചെന്ന്, അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് ആ വീട്ടിലെ ചേച്ചി പറഞ്ഞ്, ഒരു വീടുണ്ട്, ആ വീടിൻ്റെ ഫ്രണ്ട് വശത്താണ് ഗ്രൗണ്ട്. അവിടുത്തെ ചേച്ചി പറഞ്ഞു, അപ്പുറത്തെ വീട്ടിലെ കൊച്ച് വന്ന് നോക്കിയിട്ട് തിരക്കിയിട്ടൊക്കെ പോയി എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞങ്ങൾ അതിൻ്റെ തൊട്ടപ്പുറത്തെ വീടാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവർ വന്നു, കൊച്ചും അതിൻ്റെ അനിയനും കൂടെ വന്നു. അങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പം നമ്മുടെ സംഘാംഗങ്ങളൊക്കെ റോഡിൽ കൂടെ വരുന്നു. പുതിയ ആളുകളൊക്കെ ഉണ്ട് കൂട്ടിന്. അപ്പം ഇവിടെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന കുറച്ച് കുട്ടികളുണ്ട്, 4-5 പേരേ ഇപ്പോൾ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ബന്ധുവീടുകളിലൊക്കെ പോയേക്കാണ്. അപ്പോൾ അവരവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് കണ്ടപ്പോൾ ആ കുട്ടികൾക്ക് ഇങ്ങോട്ട് വരാൻ മടി. അവർ വന്നവർ തിരിച്ചു പോയി. അപ്പോൾ ഇത് ഇവന്മാർക്കും ഈ ഇവന്മാർക്കും മനസ്സിലായി അത് എന്തുകൊണ്ടാണ് തിരിച്ചു പോയെന്ന്. ഇവരിവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് അവർക്ക് മനസ്സിലായപ്പോൾ ഇവന്മാർ കളിയാക്കി ചിരിച്ച്, എന്നിട്ട് ഞങ്ങൾ 5 പേരുണ്ട് എന്നൊക്കെ ഇവന്മാർ എണ്ണി. ഞാൻ ഓർക്കുകയും ചെയ്ത്, ആ കുട്ടികൾ നല്ല ധൈര്യം ഉള്ള കുട്ടികളാണ്. പിന്നെന്താണ് ഇവരിങ്ങനെ ചെയ്യുന്നത്, തിരിച്ചു പോയത്. ഞാൻ ആവുന്നത്ര വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുട്ടി ഇവരുടെ അടുത്തോട്ട് പോയിട്ട് ഞങ്ങൾ പോയി വിളിച്ചുകൊണ്ട് വരാം എന്ന് പറഞ്ഞ് പോയിട്ട് അവിടെ ചെന്ന് പറഞ്ഞിട്ടൊന്നും അവർ വരുന്നില്ല. ലാസ്റ്റ് പിന്നെ ഞാൻ പോയി. ഞാൻ ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് എനിക്ക് നല്ലൊരു അഭിപ്രായം ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ ധൈര്യമുള്ള കുട്ടികളല്ലേ, പിന്നെന്താണ് അവരെ കണ്ടപ്പോൾ, അതും കൊച്ചു പിള്ളേരല്ലേ, വലിയ ചേട്ടന്മാരൊന്നും അല്ല. അതെ, ഞങ്ങളെ കളിയാക്കും. ഞാൻ പറഞ്ഞു, എന്തിന്? അത് അവിടെ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിൻ്റെ അവിടെ മാവുണ്ട്. മാവേലെറിയുമ്പോഴൊക്കെ ഞങ്ങളുടെ അച്ചാമ്മയാണ് അമ്മൂമ്മ വഴക്ക് പറയും. അപ്പോൾ ഇവർക്ക് ഇഷ്ടമല്ല, ഇവരവിടെ നിന്നുകൊണ്ട് ചീത്ത പറയും. സതിയമ്മ ഇത്രയും പ്രായമുള്ള അമ്മയല്ലേ, ആ അമ്മ വരെ തെറി പറയുവന്മാർ. അതുകൊണ്ട് എനിക്കിഷ്ടമല്ല അവരെ. അതുകൊണ്ട് എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടാണ് ഈ പിള്ളേരെ വഴക്ക് പറയുന്നത് വിചാരിച്ച് എന്നെ എവിടെ വെച്ച് കണ്ടാലും ഇവർ കളിയാക്കി പറയുന്നൊക്കെ പറയും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇതിപ്പം നിങ്ങൾ നിങ്ങളിപ്പോൾ അവരെ കണ്ടുകൊണ്ട് തിരിച്ചു പോയാൽ അവിടെ തോറ്റു പോകുന്നത് നിങ്ങളാണ്, ജയിക്കുന്ന അവർ. അപ്പം നിങ്ങൾക്ക് അവരെ പേടിയുണ്ടായിട്ടെന്നല്ലേ കരുതത്തുള്ളൂ. അപ്പം അവരെന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചു വരികയാണല്ലേ വേണ്ടത് എന്നൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ധൈര്യമായി എല്ലാവരും വന്നു, എൻ്റെ കൂടെ വന്നു. അപ്പോൾ ഞങ്ങളിങ്ങോട്ട് വരുന്ന സമയത്ത് ഇവന്മാരെല്ലാവരും കൂടെ പോകാൻ വേണ്ടിയിട്ട് പോയി, റോഡിലോട്ടങ്ങ് പോയി. എന്നിട്ട് ഞങ്ങളവിടെ പോയിരുന്നു കഴിഞ്ഞപ്പോൾ ഇവന്മാർ പിന്നെയും തിരിച്ചു വന്നിട്ട് അപ്പോൾ അവന്മാർക്കങ്ങ് ഗ്രൂപ്പ് വെച്ച് കളിക്കണം. അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി അങ്ങോട്ട് മാറിയിരിക്കാവോ? ഞാൻ പറഞ്ഞു, ഇവിടെ സ്ഥലം വേറെ ഇല്ല, നിങ്ങൾ കളിച്ചു, അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കില്ല അവിടെ വന്നിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞ സ്ഥലം ഇവിടെ ഉള്ളൂ, നിങ്ങൾ കളിക്കുന്നതിന് കളിച്ചു ശ്രദ്ധിച്ചാൽ മതി, 4-5 പേരേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു, അപ്പോൾ മോളെ ഞങ്ങളുടെയൊക്കെ പുറകിൽ ഞാൻ പറഞ്ഞു, അവളെ മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബോൾ വന്ന് അവളുടെ ദേഹത്ത് കൊള്ളരുത്. അവളെന്ത് ചെയ്തെന്നറിയാവോ? അവളുടെ ഒരു ബോളുണ്ട്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വലിയ ബോളാണ്, അതവിടെ കൊണ്ടിട്ടിട്ട് അതിൻ്റെ പുറത്ത് കയറി ഇരിക്കുക. വീഴാതിരിക്കാൻ ആളടുത്ത് നിന്ന് സപ്പോർട്ടും കൊടുക്കണം. അങ്ങനെ ഇതിലിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് ഇത്ര പ്രശ്നം? അപ്പോൾ ഇങ്ങനെയുള്ള വിശദീകരണങ്ങളെല്ലാം കുട്ടികൾ തന്നു. എനിക്ക് പേടിയൊന്നുമില്ല, കളിയാക്കുവന്മാർ, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ ഇന്ന് ഇത്രയും താമസിച്ചത്? അപ്പം വേറൊരു ഒരു പയ്യനുണ്ട്, അതൊരു 6-7 കണ്ട് പഠിക്കുകയാണ്. അപ്പോൾ അവന് ഇതിലൊരാളുടെ വീട്ടിൽ നിന്ന് TV കാണുകയാണ്. എങ്കിൽ അതൊരു ഹൊറർ മൂവിയാണ്. അപ്പോൾ അവന് പേടിയാണ്, പക്ഷെ അവനത് കാണുകയും വേണം. അപ്പോൾ ഈ കുട്ടികൾ എൻ്റെ അടുത്തോട്ട് വരാൻ വേണ്ടിയിട്ട് അവർ റെഡിയായി നിൽക്കുക. പക്ഷേ ഈ കൊച്ചൻ വിടത്തില്ല, സിനിമ തീർന്നിട്ട് പോയാൽ മതിയെന്ന്. അങ്ങനെ അവന് പേടിച്ച് അരണ്ടിരുന്നാണ് TV കാണുന്നത്. എന്നിട്ട് അങ്ങനെ ആ സിനിമ തീരുന്നിടം വരെ പിള്ളേരെ പിടിച്ചോടെ നിർത്തിയതാണ്. ഞാൻ പറഞ്ഞു, അത് കൊള്ളാമല്ലോ. അങ്ങനെ പിന്നെ അവർ വന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇന്നലെ അങ്ങ് ഒരുപാട് താമസിച്ചു പോയി. അപ്പോൾ ഇന്നും വരും, നേരത്തെ വരാം എന്നൊക്കെ പറഞ്ഞ് പോയേക്കുവാണ്. നല്ല രസമാണ് കേട്ടോ കുട്ടികളുമായിട്ടുള്ള ആ ഒരു നമ്മൾ വേറെ ഒന്നും ആലോചിക്കത്തില്ല ആ സമയത്ത്. അങ്ങനെ കാരണം ഇവിടെ ഞാനും അവളാണെങ്കിൽ തന്നെയും ഞങ്ങൾ പുറത്തോട്ടങ്ങും അങ്ങനെ പോകുന്നില്ല. അപ്പോൾ അവൾക്കും ഒരു
എന്താ പറയുക, ഒരു ഒരു ബോറടിയോ മറ്റൊന്നും തോന്നല്. അപ്പോൾ എല്ലാ കുട്ടികളെയൊക്കെ കാണുമ്പോൾ ഇപ്പോൾ അവൾക്ക് ആകെ ഒരു മടിയാണ് എല്ലായിടത്തും പോകാൻ. പക്ഷേ ഈ കുട്ടികളുടെ അടുത്ത് വരും, അവർ വിളിച്ചാൽ തന്നെ അവളങ്ങ് പോകും. എന്നോട് പറയണമെന്ന് പോലും ഇല്ലല്ലോ, അങ്ങ് പോവും. ഞാനും അങ്ങനെ എന്താ പറയുക, വിടാതിരിക്കത്തൊന്നുമില്ല. അവർ വരുമ്പോൾ ഞാൻ ശരി പോയിട്ട് വന്ന് പറഞ്ഞു വിടും, അവരുടെ ഒപ്പം വിടും. അങ്ങനെയാണ്. അപ്പം അവളും അവളുടേതായിട്ടുള്ള ഒരു പ്രായത്തിൻ്റെ ഇല്ലേ, ഇതിലവളും വളരട്ടെ. ഞാനങ്ങനെ എന്താണ് പോകാൻ അനുവാദം കൊടുക്കുകയും ചെയ്യും. പൊയ്ക്കോ, കുഴപ്പമില്ല എന്നത്. എല്ലാം അറിഞ്ഞ് വളരണമല്ലോ. നമ്മൾ ഒരുപാടങ്ങ് സ്ട്രിക്റ്റ് പിടിച്ചാലും കുട്ടികൾക്കൊരു ദേഷ്യം തോന്നും. അപ്പോൾ നമ്മൾ ഒരുപാടില്ല, പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഇവിടെ പിള്ളേർ നമ്മൾ അവിടെ ഇരുന്നുകൊണ്ട് ഈ കുട്ടികൾ അവന്മാരെല്ലാവരും കൂടെ കളിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് പറയുന്ന വാക്കുകളൊക്കെ വളരെ മോശം വാക്കുകളെങ്കിൽ ഇത്രയും മുതിർന്ന ഞാനുണ്ട്, ഇത്രയും പെൺകുട്ടികളുണ്ട് എന്നൊന്നും ഇവരാരും ചിന്തിക്കുന്നൊന്നുമില്ല. നമ്മളെ അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. ഞങ്ങളവിടെ തന്നെ ഇരുന്ന് പറയേണ്ടവരവർ പറയട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അതിൽ ഒരാൾ ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു പയ്യനാണ്. അധികം പ്രായമൊന്നുമില്ല, പക്ഷേ അവൻ്റെ ആ ഒരു രീതിയും കാണുമ്പോഴും നമുക്കറിയാം ഭാവിയിൽ എങ്ങനത്തെ ഒരു സ്വഭാവത്തിനുടമ. ഇപ്പോഴേ അവൻ ആ ഒരു സ്വഭാവത്തിനുടമയാണെന്ന് മനസ്സിലാക്കാം. എന്ത് ചെയ്യാൻ, നമുക്കാർക്കും ആരെയും നന്നാക്കാനുള്ള അവകാശങ്ങളൊന്നും ഇല്ലല്ലോ. ഇന്നത്തെ കാലം അങ്ങനെയാണ്. ആരെയും വഴക്ക് പറയാൻ പാടില്ല, തല്ലാൻ പാടില്ല, ഉപദേശിക്കാൻ പാടില്ല, എല്ലാം പ്രശ്നങ്ങളാണ്. അവനവൻ്റെ കാര്യം നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പം ഇന്ന് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അപ്പം കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് സംസാരിക്കാൻ. കാരണം ഞങ്ങൾ ഈ വിദ്യാഭ്യാസത്തെ കാര്യങ്ങളും ഭാവി കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അപ്പം ചോദിക്ക് നമുക്ക് ബോറടിക്കും എന്നാണ് പറയുന്നത്. അപ്പം നമ്മളോട് സംസാരിക്കാൻ അവരുടെ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അവരോട് സംസാരിക്കാൻ. അപ്പോൾ വൈകുന്നേരം ആകാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ് അവരുടെ കൂടെ സംസാരിക്കാം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ. പിന്നെ ഞാൻ ഇന്നലെ ഒരു 2-3 കവിതകൾ എഴുതി. പെട്ടെന്ന് ഉള്ള എഴുത്താണ്. അപ്പം അത് ഞാൻ ഒരിടത്തേക്ക് എങ്ങനെ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ഒരു കവിത. അവരൊക്കെ പറഞ്ഞ് അത് വരികയാണെങ്കിൽ വീണ്ടും കവിതകൾ എഴുതി കവിതാ സമാഹാരമാക്കി പബ്ലിഷ് ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ തുടങ്ങിയിട്ടുണ്ട്. ഒരു കവിത ഞാൻ എഴുതിയിട്ട് ഞാൻ ചെല്ലി, പക്ഷേ അതിനൊരു ഈണം ശരിയായില്ല അങ്ങോട്ട്. ഇനി ആ ഈണത്തിനനുസരിച്ച് ആ കവിത എഴുതി നോക്കണം എന്ന് മനസ്സിൽ കരുതുകയാണ്. പിന്നെ അത് കിട്ടിക്കഴിഞ്ഞാൽ കവിത ചൊല്ലാൻ അറിയാവുന്നവർക്ക് തീർച്ചയായിട്ടും ആ വരികൾ വെച്ചിട്ട് ആ ഈണം ക്രമപ്പെടുത്തി ചെയ്യാവുന്നതൊക്കെ ഉള്ളൂ. നമുക്ക് പിന്നെ അത്ര വലിയ കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഒരിക്കൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ കേൾപ്പിക്കാം. ഓക്കെ.